ടി.ആർ. അയ്യപ്പൻ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. മുൻ പഞ്ചായത്ത് മെമ്പറും പഴയന്നൂർ കാർഷിക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും ആയിരുന്ന ടി.ആർ. അയ്യപ്പന്റെ അനുസ്മരണ ചടങ്ങും 7-ാം വാർഡിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങിന്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. മുരളീധരൻ നിർവഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രകാശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ അബ്ദുള്ള സ്വാഗതം പറഞ്ഞു. ബാങ്ക് പ്രസിഡന്റ് വി.കെ. ശ്രീകുമാർ ചടങ്ങിൽ പങ്കെടുത്തു. പരിപാടി ഉണ്ട്. ഇവിടുന്ന് നേരെ ഞങ്ങൾ ോടനുബന്ധിച്ച് 7-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങാണ് ഇവിടെ നടത്തുന്നത്. ഇതിൻ്റെ അധ്യക്ഷനായി പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രകാശ് ഏട്ടനെ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പഞ്ചായത്ത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ പരിപാടിയിൽ നാം പങ്കെടുക്കുന്നത്. കാരണം ഈ പ്രദേശത്തെന്ന് മാത്രമല്ല, പഴയന്നൂർ ചേലക്കര നിയോജക മണ്ഡലത്തിൽ തന്നെ മുരളിയേട്ടനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളോളം കോൺഗ്രസിന് വേണ്ടി ജീവിച്ച ഒരു മഹാനായ നേതാവായിരുന്നു നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ നമ്മുടെ അയ്യപ്പേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് ഭാവി തലമുറയ്ക്ക് വേണ്ടി ഈ വാർഡ് കമ്മിറ്റി ഇത്തരമൊരു പരിപാടി നടത്താൻ തീരുമാനിച്ചതിൽ പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദ്യം തന്നെ ആ വാർഡ് കമ്മിറ്റിക്കുള്ള എല്ലാവിധ പിന്തുണയും അഭിനന്ദനങ്ങളും ആദ്യം തന്നെ അറിയിക്കുന്നു. നമ്മൾക്കറിയാം, ഈ ഇരിക്കുന്ന കുട്ടികളാണ് ഭാവിയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വിജയിച്ച എല്ലാ കുട്ടികൾക്കും ഇതുപോലെയുള്ള ട്രോഫികൾ കൊടുത്ത് അവർക്ക് എന്തെല്ലാം രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതിനെല്ലാം കോൺഗ്രസ് ഇന്ന് തയ്യാറായിരിക്കുക. കാരണം എന്താ, നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വേർതിരിവുകൾ അത് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും എല്ലാം പേരിൽ വേർതിരിവ് നടത്തിക്കൊണ്ടിരിക്കുക. അത്തരമൊരു കാലഘട്ടത്തിലാണ് നമ്മൾ അതൊന്നും നമ്മുടെ നാടിന് ഭൂഷണമല്ല, നമ്മുടെ ജീവിത ശൈലിക്ക് അത് നല്ലതല്ല. നമ്മുടെ നാട്ടിൽ ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെ പോലെ എല്ലാവരും ശാന്തിയും സമാധാനത്തോടും ഒത്തൊരുമയോടുകൂടെ ജീവിക്കുവാൻ നമ്മൾക്ക് ഇതുപോലെയുള്ള കൂട്ടായ്മകളും ഇതുപോലെയുള്ള പ്രചോദനങ്ങളും ആവശ്യമാണ് എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഈ വാർഡിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിലും ജില്ലയിലും ഒക്കെ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചിരുന്ന, ഇവിടെ പഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒക്കെ ആയിട്ട് അനവധി കാലം പ്രവർത്തിച്ചതിനോടൊപ്പം തോളോട് തോൾ നിന്നിട്ടുള്ള ഓരോ കുടുംബങ്ങളുടെയും വിശേഷങ്ങൾ നേരിട്ടറിയാവുന്ന നമ്മുടെ അയ്യപ്പേട്ടൻ്റെ അനുസ്മരണത്തോടു കൂടിയാണ് ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിലേറ്റവും നമുക്ക് സന്തോഷം നൽകുന്നത് വിദ്യാർത്ഥികൾ പഠിച്ച് രംഗത്ത് വരുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനൊരു മഹൽ വ്യക്തിയുടെ സ്മരണയോട് ഇന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ പ്രസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരോടും നേതാക്കന്മാരോടും വളരെ സന്തോഷത്തോടു കൂടി അവരെ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇത് സാധാരണഗതിയിലൊന്നും പതിവില്ല. നമ്മുടെ നാട്ടിൽ എത്രയോ സാധാരണ പ്രവർത്തകർ ഓരോ പാർട്ടിയിലും പ്രവർത്തിച്ച് ആ നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ത്യാഗം ചെയ്തിട്ടുള്ള ആളുകൾ ഒട്ടനവധി നമ്മുടെ മൺമറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ ഒരു ദിവസം കൂടിയാൽ ഒരാഴ്ചക്കാലം നമ്മുടെ മനസ്സിൽ നിൽക്കുക എന്നതിൽ കഴിഞ്ഞാൽ പിന്നീട് അവരുടെ വീട്ടുകാരെങ്കിലും എന്തെങ്കിലും ചടങ്ങ് നടത്തിയാൽ നമ്മളതിൽ പങ്കെടുക്കാൻ സമയമുണ്ടെങ്കിൽ പങ്കെടുക്കുക എന്ന രീതിയിലാണ് മലയാളിയുടെ ഒക്കെ മനസ്സ്. സാധാരണ ഈ ഗ്രാമപ്രദേശത്തുള്ള പക്ഷേ നമുക്ക് മന്ത്രിമാരും അതുപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റ് തലത്തിലുള്ള വലിയ വലിയ ആളുകൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും അടിസ്ഥാനപരമായി ജീവിക്കുന്ന സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ പ്രവർത്തകരാണ്. പക്ഷെ പലപ്പോഴും നമ്മളത് മറക്കുകയാണ്. വലിയ വലിയ ആളുകൾ എന്ത് വാഗ്ദാനം ചെയ്താലും നമ്മൾ കയ്യടിയോടുകൂടി സ്വീകരിക്കും. മറ്റത് ഒരുപക്ഷെ പട്ടിണി കിടന്നിട്ടായിരിക്കും സാധാരണ പ്രവർത്തകർ നമ്മുടെ ഇടയിൽ വന്നിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അവരൊക്കെ വിട്ടുപോയാൽ നമുക്ക് അന്നത്തെ ഒരു ദിവസം ഒരു ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും മറക്കാറാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഒക്കെ നമുക്ക് അയ്യപ്പേട്ടനെ അങ്ങനെ മറക്കാൻ തയ്യാറില്ല. അവരുടെ ഹൃദയത്തിലാണ് അയ്യപ്പേട്ടൻ ജീവിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് എത്ര അതിനെപ്പറ്റി പറഞ്ഞാലും പ്രോത്സാഹിപ്പിച്ചാലും കഴിയില്ല. കാരണം സാധാരണ പ്രവർത്തകന്മാർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ബഹുമതിയാണ്
അന്തരിച്ചതിന് ശേഷം ഇങ്ങനെ അദ്ദേഹത്തെ ഓർക്കാനുള്ള ഒരു അവസരം, ഒരു സമയമുണ്ടാകുക എന്നുള്ളത്, അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആത്മാവ് നമ്മളോടൊപ്പം ഉണ്ടാവും. നമ്മുടെ ഞാനൊക്കെ ഇവിടെ പ്രവർത്തന രംഗത്ത് വരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ നല്ലൊരു റോഡ് പോലും ഈ പ്രദേശത്ത്, കുന്നംപള്ളി പ്രദേശത്തുണ്ടായിരുന്നില്ല. കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല. കരണ്ട് ഒരു സ്വപ്നമായിരുന്നു. അതുപോലെ തന്നെ പാവപ്പെട്ട ആൾ ഒരു മിനിറ്റ് നോക്കണം കേട്ടോ.